പുകവലി, മദ്യപാനം, ഹാൻസ്, ശംഭു, ചൈനി കൈനി, പാൻപരാഗ്, കഞ്ചാവ്, ചരസ്, MDMA സകല സാധനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. മര്യാദയ്ക്കൊക്കെ നടന്നാൽ നിനക്കൊക്കെ തന്നെ കൊള്ളാം. ഇന്നേക്ക് ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 10 കിലോമീറ്ററോളം വീതിയുള്ള ഒരു മുതുക്ക് ആസ്ട്രോയിഡ് ജൂപ്പിറ്ററിന്റെ ആകർഷണ ശക്തി കാരണം പാതി വഴി മാറി ഭൂമിയിലേക്ക് പതിച്ചു. അന്ന് ഭൂമി അവരുടെ സ്വന്തമാണെന്നും പറഞ്ഞു കിടന്ന വമ്പൻ ദിനോസറുകളും ബാക്കിയുള്ള സകലതും അതോടെ തീർന്നു. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് 12 മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുട്ടികളുണ്ടാകാൻ ജോൾസിന്റെ നിർദ്ദേശപ്രകാരം കോഴിയെ ജീവനോടെ വിഴുങ്ങിയ ഗൃഹനാഥന് ദാരുണാന്ത്യം. സാറിന്റെ അച്ഛൻ എന്ത് സാറേ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരുമാതിരി ആളെ കണ്ടുവിടാത്ത ഞാൻ. സത്യം പറഞ്ഞാലേ അങ്ങേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? അല്ല, എന്തോ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഒരു ഗുരുവില്ല, കൂത്തുറമ്പി കൂട്ടായി. അതാണ് ആ TV മുമ്പിരിക്കുന്ന ബിംബത്തിന്റെ പേര്. അയാൾ ഇരിച്ച് ഞാൻ എന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ MLA അന്ന് ഇരിച്ചിട്ടില്ല, പിന്നെയാണ്. അല്ലടേ, I think it's Anadonia. അവരോട് അനാവശ്യം പറഞ്ഞുണ്ടാക്കില്ല കേട്ടോ. ഒരു വീഡിയോ വിളിക്കാത്ത മനുഷ്യനാണ്. ഒന്നാമത്തെ TV പറഞ്ഞാൽ അതേ ഉള്ളൂ. സാറേ, നാളെ ഡ്യൂട്ടിക്ക് പോകണം, നമ്മൾ ഇറങ്ങുകയാണ്. ശരിടാ, തീർത്തിട്ട് പോവാം. സാധനിരിക്കല്ലേ ഇനി ഇന്നാ ചേച്ചി ചൂടുവെള്ളം കോരി ഒഴിക്കും. അവളോടെ ഇല്ല, അവളവിടെ വീട്ടിൽ പോയി. അതല്ലേ ഇവിടെ പച്ചക്കിരുന്ന് അടിക്കണത്. എന്നാ ഒഴി. അടിച്ച് പേച്ചിട്ട് പോയാ മതി. പിന്നെ അല്ല. കൊടുക്കണം. വേണോടാ, ഓവറാവല്ലേ. ഓ അതെ, ചേച്ചി മോളും പോയാ? മോളിവിടെ ഉണ്ട്. ഉണ്ടാ? മോളില് അവളാണ് 27 മണിക്കൂറും പഠിത്തമെന്ന് പറഞ്ഞാ പഠിത്തം. ഹലോ ബേബി, ചാടിയില്ലേ? ചാടു ബേബി. ഷോ, ഇങ്ങനെ പേടിക്കല്ലേ. ഇവിടെ എല്ലാവരും അടിച്ച് സെറ്റാ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. ഉറപ്പാണല്ലോ, ചാടയാണേ. റോഡ് പണിക്കുള്ള എല്ലാം എടുത്ത് വന്മതിലുണ്ടാക്കി വെച്ചേക്കുന്നു. ത്യാഗത്തുണ്ടോ? ഈ ചൂടത്തിന് കുളിരുന്നാടേ? ഇല്ല, കൂടി നന്നായിട്ട് കൂടി. അടുത്ത ആഴ്ച ഉദ്ഘാടനം നടക്കുന്ന കാരപ്പുഴ തൂക്കുപാലം ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഇന്ന് രാവിലെ തന്നെ സീറ്റ് പിടിച്ച് സംസ്ഥാന അധ്യക്ഷൻ 1001ാമത്തെ കട ഉദ്ഘാടനത്തിലാണ് റെക്കോർഡ് ലഭിച്ചത്. ബീന കമ്മിറ്റി റിപ്പോർട്ടിൽ പേരില്ലാത്ത നടന്മാരെ നടികർ സംഘടനയിൽ നിന്ന് പുറത്താക്കി. സ്ഥലം മാറി പോലീസ് സ്റ്റേഷനിൽ മോഷ്ടിക്കാൻ എന്താടാ എൻ്റെ പേര്? റെമോ. തല എന്താടാ റഷ്യൻ തത്ത തൂറിയ സ്റ്റൈലാണോ അമ്മ? മാമനോ? എന്താടാ നീ മുതൽ റെമോ അല്ല, വരുൺ പ്രഭാകർ. ഞാൻ ജോർജ്. തൂക്കണവനെ വാഴപ്പണലോട്ട്. സാറിന്റെ വീട്ടിൽ കയറി കളിക്കാറായാലോടാ നീ. ശരിയാക്കി തരാം. ബർഗണ്ടി തലയാ. കൊച്ചുകള്ള്.
എന്തത് എൻ്റെ പ്ലാവിലത്തപ്പാ? എന്തോന്ന് ഇവിടെ നടക്കണത്? ഭൂമിക്കടുത്തുള്ള രണ്ട് ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിമുട്ടി ആ പൊട്ടിത്തെറിയിലുണ്ടായ പ്രകാശമാണ് കുറച്ചു മുന്നേ നമ്മൾ കണ്ടത്. അവ ഓസോൺ പാളിയും കിടന്ന് ഭൂമിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറിനുള്ളിൽ അവ ഭൂമിയിൽ പതിക്കും. അതോടെ ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് സംസ്ഥാനം. പാത്രക്കുട്ടി ഗോ കൊമത്തെ ഗോ എന്ന മന്ത്രം ഉച്ചരിക്കാൻ കേന്ദ്രം. വച്ചിട്ട് പോടാം. സോറി മോളെ. അയ്യോ എന്റെ മോള്. എനിക്കെന്റെ മോളെ കല്യാണം കാണണം. എനിക്കെന്റെ മോളെ കല്യാണം കാണണം. എന്റെ റെമോ, ഞാൻ എന്റെ റെമോ മാത്രമേ കേട്ടുള്ളൂ. അയ്യോ. അവയെ തടയാനുള്ള മാസയുടെ അവസാന ശ്രമവും പരാജയപ്പെട്ടതോടുകൂടി ജനങ്ങൾ അവരുടെ അന്ത്യാഭിലാഷം നിറവേറ്റാനായി നെട്ടോട്ട് ഓടുകയാണ്. ചൂടാണേ തീ കനലാണേ പൊള്ളും പോലൊരു പടജവന. അനിയന്ത്രിതമായ ബുക്കിംഗ് കാരണം യോയോ ആപ്പ് ക്രാഷിലേക്ക്. ഒരിക്കൽ കൂടി പറയുന്നു, യോയോ ആപ്പ് ക്രാഷിലേക്ക്. ഹോട്ടലുകളിൽ കമിതാക്കളുടെ കൂട്ട സംഘർഷം. എന്നാ പിന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങിയാലോ? ജനങ്ങൾ ബൗറേഴ്സ് അടക്കമുള്ള കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നു, തട്ടിപ്പറിക്കുന്നു. എന്തൊരു ഘട്ടമാണ്! ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ ഉൾക്ക അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി. ഉൾക്ക ഉച്ചന്തരയിലെത്താറായി. അതാണ് അവന്റെ ജാഗ്രത. എടാ, നീയൊക്കെ കാര്യം അന്ന് തൊട്ട് തുടങ്ങിയതാണ്. നിപ്പ, കൊറോണ, പ്രളയം. ഇപ്പൊ മൊത്തത്തിൽ മുക്കാബില കളിച്ച അവസ്ഥയിലാണ് നിൽക്കണത്. സിംഗിളാണോ? മിങ്കിളാവാൻ താല്പര്യമുണ്ടോ? ഫിലിം ആക്ട്രസ് ആവണമെന്ന് നിർബന്ധമില്ല, ഗേളായിരുന്ന മതി. ലോക അവസാനിക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ തുടത്തി. നിങ്ങൾ ആരോടാ ചോദിക്കും? കുറെ നാളുകളായി എനിക്കിതിലുള്ള കേസുകളും ആരോപണങ്ങളും ഇല്ല. എല്ലാം ചെയ്തു ഞാൻ തന്നെ ഇറച്ചേറ്റളെ. ഇത് മാത്രമല്ല, വേറെയും കുറെ ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു തരട്ടാ. അടുത്ത ജന്മത്തിലെങ്കിലും പൂണൂലിട്ടം വർഗത്തിൽ ജനിക്കണമെന്നൊരു നിങ്ങൾ സില്ലി മാറ്റേഴ്സ് ആണ് സംസാരിക്കുന്നത്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
അപ്പൊ അതെ ആ പറയണം മാഡം. മാഡത്തിന് നിങ്ങൾ തോന്നുന്നില്ല ഇപ്പോഴെങ്കിലും ഒന്ന് പറയാൻ? അവസാനം എന്ന വാക്കിൽ ഗുരുതരമായ സ്ത്രീ വിരുദ്ധതയാണ് കാണുന്നത്. സോ അത് മാറ്റി ലോക അവസാനി എന്തുണ്ടാ നീ കരയണ? വാട്ട് ഹാപ്പൻഡ്? ഇത്ര നേരത്തെ അതൊക്കെ പോലീസുകാരുള്ള നാട്ടില് ഞാൻ ഒരു കളറായി പോലെ സാറേ. മിസ്റ്റർ ഭരചന്ദ്ര IPS. Yes sir. Come here. Left. Right. പറഞ്ഞേട്ടാ ഒരു കളറായി പോയത്. നിങ്ങളെ പോലെ നാടിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. എനിക്ക് എല്ലാ നാട്ടുകാരോട് വിളിച്ചു പറയണം, എന്നാലും എനിക്ക് സമാധാനമായിട്ട് മരിക്കാൻ പറ്റും. Carry on. ബയോളജി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതിയായിരുന്നു. ഇനി ഞാൻ എന്തിനും നമ്മൾ ഒരുമിച്ചല്ലേ കഴിച്ച? സുഖമാണ് അച്ഛനും അമ്മയ്ക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പണ്ട് കാരക്കോട് അമ്പലത്തിൽ വിഗ്രഹമോഷണം പോയില്ലേ, അത് പൊക്കിയത് അവിടുത്തെ മേൽശാന്തിയാ. നിനക്കെങ്ങനെ അറിയാടേ? അതെ താത്തയാണോ? താത്ത യോയോ അപ്പോൾ ഒരു ക്രാഷായി. ഹലോ സജ. ഹലോ സാർ. എവിടെയാ? വീട്ടിലുണ്ട് സാർ. എല്ലാം അവസാനിക്കാൻ പോകണല്ലേ സജ? അതെ സാർ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ? ചുമ്മാ ചുമ്മാ പ്ലീസ്. കിടന്ന് വിളിക്കാടാ. ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളല്ലേ നീ. തക്ക സമയത്ത് എന്റെ വീട്ടിൽ മോണ്ടിക്കാൻ കയറിയോണ്ട് എനിക്ക് എന്റെ മോളെ കല്യാണം കാണാൻ പറ്റി. നിനക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഏയ്, ഈ കിടക്കണ പോലീസ് ജീപ്പും അതിനകത്തുള്ള പൈസയും ഇനി നിനക്ക് സ്വന്തം. എനിക്കൊരു ആഗ്രഹം. നിനക്ക് എന്തായാലും നമ്മൾ ഇന്ന് സായി. ഓടിക്കണം. ഇങ്ങോട്ട് പോയാൽ എടാ നമ്മളെ കൊച്ചു നോക്കുമ്പോൾ എന്തോന്ന് കള്ളടാ. ഏതായാലും നീ കറക്റ്റ് വീട്ടിലാണ് വന്ന് കയറിയത്. ഇവിടെ നിന്നെങ്കിലും കൊണ്ടുപോയാലും പരാതി കൊടുക്കാൻ പോലും പറ്റൂല. ഉള്ള തൊണ്ടി മുതലല്ലേ. അതിന്റെ ഷെയർ ആയിരിക്കും സാറിപ്പ ജീപ്പിൽ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. നാടുപോത്ത കള്ളും കഞ്ചാവും MDMA ചരസും ചാക്കിയിട്ട് നടക്കേണ്. 10 വയസ്സിനെ പടിയറാ. ഓരോരുത്തന്മാർക്ക് കാവല് നിൽക്കാനല്ലേ ഇവിടെ സമയമുള്ളൂ. പിന്നെ എങ്ങനെ പിള്ളേരെ നന്നാക്കും? സമയം കിട്ടുന്ന ഇപ്പൊ ഇയാളങ്ങ് പുളുത്തി തരാം. ശരിക്കും പണിയെടുത്താൽ നമുക്ക് സ്ഥലം മാറാനേ സമയം കിട്ടും. അതൊക്കെ അത്രേ ഉണ്ടല്ലോ ഇവിടെ. നമ്മളെ പിള്ളേരെല്ലാം പറഞ്ഞാണ്ടാ കണ്ടറാ പറഞ്ഞിരുന്നു. ചെറുക്കാടാ, ചാവാൻ നേരത്തെങ്കിലും പോയി വീട്ടിൽ പോയി കയറടാ. പോ. എന്തരാ നീ എന്നാ അങ്ങ് സ്ഥലം മാറ്റിക്കളെ? ശരാണാ ഇവിടെ ബാക്കിയുള്ള വീട്ടിൽ പോലും പോകാൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. നിനക്കൊക്കെ കഴിക്കൂലെന്ന് മാത്രം പോരാ,
ഞാനൊക്കെ നേരിട്ടൊന്ന് സൽക്കരിച്ചാലേ പറ്റുള്ളൂ. അയ്യോ ഒരു പുണ്യാളായി വേണമെങ്കിൽ തൊഴടാ. ഞാൻ ചുമ്മാന്നല്ല നിന്റെ സകല ഉടായ്പ കൂട്ടുന്നുണ്ടല്ലടാ. എവന്റെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡയമണ്ടിന് പകുതി വരെ പോലും തിരിച്ചു കൊടുത്താൽ കിട്ടും. ഓരോ കോൺട്രാക്ടർ എടുത്ത് ഉടായ്പ പണിയെടുത്ത് നാട്ടുകാരെ പറ്റിക്കും. അവസാനം നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ഞാൻ നടക്കണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടിയെന്നും പറഞ്ഞ് അങ്ങ് കാട്ടാടെ കിടക്കണ അമ്മച്ചിനെ എന്ന് വരെ വില കൂടുതൽ മേടിക്കും. ഇതൊക്കെ കൺവിൻസ് ചെയ്ത് ഇപ്പൊ നാട്ടുകാർ എന്നെ കൺവിൻസിംഗ് സ്റ്റാർ MLA എന്നാണ് വിളിക്കുന്നത്. അറിയാമടാ ഈടോ പട്ടി കലിപ്പുള്ളത് തീരണില്ലല്ലോ. റെഡി ആയില്ലേ? നടു റോഡിൽ നടൻ ടോമിന്റെ നേതൃത്വത്തിൽ ലഹരി കച്ചവടം. ഇനി ഇത് നോക്കാനല്ലേ? അമിതമായ ആഹാരം കഴിച്ച് ശ്വാസം മുട്ടി മരിച്ചവരുടെ എണ്ണം 78 കഴിഞ്ഞു. അങ്ങനെ വരാം. മൃഗശാലയിൽ കയറി കടുവയെ തുറന്നുവിട്ട മൃഗസ്നേഹിയായ യുവാവിന് ദാരുണാന്ത്യം. നല്ല മനസ്സിലായിരുന്നു. ജയിൽ പുള്ളികളെ തുറന്നുവിട്ട് ജയിൽ സൂപ്രണ്ട്. ശരിക്കുമുള്ള പ്രതികളെല്ലാം പാർലമെന്റിലാണ് സൂപ്രണ്ട്. അത് പൊളിച്ച് ലോകം അവസാനിക്കുമ്പോൾ ഒരു നല്ല കാര്യങ്ങൾ എനിക്ക് നാട്ടിൽ മേടിച്ചേണമാ. സുന്ദരൻ ഹലോ പോലീസ് സ്റ്റേഷൻ. പോലീസ് ഇവിടെ കിടന്ന് ഇടിയുള്ളതല്ലേ? കൊണ്ട് സമയമായി. എല്ലാ കഴപ്പുകളും ഉടായ്പകളും ആക്രാന്തങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ കാണിച്ചത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. കണ്ടതും കേട്ടതും മാത്രമേ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. ഗുഡ് ബൈ. ഇരുട്ടണ് വെളുക്കണ് പിന്നെയും പോണു. ഞാനും പറഞ്ഞു അത് വീണില്ല, ജസ്റ്റ് മിസ്. അയ്യോ എന്റെ പണിയും പോയി, എല്ലാം പോയി. എന്റെ ജീപ്പ് അതും പോയി. എല്ലമ്മേ അച്ഛാ അതും പോയി. അയ്യോ എന്റെ അച്ഛന്റെ ലോകം മാത്രം അവസാനിച്ചേ. പുതു കഴിവുകൾ അടുക്ക് പുറത്ത് കാണിച്ചു നെറ്റിയിലും കൊട്ടിച്ച് നടന്ന ഊരി പെരുക്കിയ ലോകം കീഴിന് പെരുക്കി വെക്കുന്ന ലോഹം സ്ഫാടികം പൊട്ടിയ കോലം ഇത്തിരി പോലം വട്ടി പിടിക്കുക മോഹം പിടിച്ചൊരു മൂട് സാത്ത് ഉൾക്ക വീണപ്പോ തലമൊത്തം തീകേറി കട്ടപ്പുക അടങ്ങിയോട് വില്ലെടുത്ത് കടക്ക് കപ്പട്ട മുഖങ്ങൾ ഇനി ഇപ്പൊ മരിക്കാൻ എന്തിന് പേടി ഇരിപ്പ് കഴിച്ച് ഷുഗർ രോഗി തീർന്നല്ല പൂതി വന്നല്ല പേടി മൊത്തത്തിൽ പാളി ചീട്ടൊക്കെ കീറി പോയല്ലോ.